അപ്പൊ നാളെ തൊട്ട് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് June 15. അപ്പൊ അത് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും. അതായത് ഈ ഷോർട്ട് ഡിസ്റ്റൻസ് പോകുന്ന ബസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ലോങ് ഡിസ്റ്റൻസ് ഉള്ള ബസ്സുകൾ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല, അത്രയ്ക്കും എക്സ്പെൻസ് ആണ്. ഈ ഷോർട്ട് ഡിസ്റ്റൻസിന്റെ ടിക്കറ്റ് റേറ്റ് അല്ല ഇപ്പൊ ലോങ് പോണ KSRTC ബസ്സുകളിലൊക്കെ. അപ്പൊ അത് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഇപ്പൊ അതിലത്തെ കടബാധ്യത അല്ലെങ്കിൽ അതിന് വരുന്ന നഷ്ടം, KSRTCക്ക് വരുന്ന നഷ്ടം, അതൊന്നും തന്നെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ സർക്കാരുകൾ, അതിപ്പോ BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കും, നടപ്പിലാക്കും. അതെല്ലാ സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട് ഇതുപോലത്തെ പല സൗജന്യങ്ങൾ. അപ്പൊ അതൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഫെമിനിസ്റ്റുകളോടും അല്ലെങ്കിൽ സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടി സംസാരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ പേ, ഈക്വൽ റൈറ്റ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ നടക്കുന്നത് ശുദ്ധമായ ജെൻഡർ ഇക്വാലിറ്റി ലംഘനല്ലേ? ചിന്തിച്ചു നോക്കിയേ. ഒരു ബസ്സിൽ സ്ത്രീകൾക്ക് മാത്രം സൗജന്യം, പുരുഷന്മാർക്ക് പൈസ കൊടുത്ത് പോകണം. അതാണ് ജെൻഡർ ഇക്വാലിറ്റി. അല്ലെങ്കിൽ ഒരു ബസ്സിൽ പൈസ കൊടുക്കാണ്ട് പോകുന്ന സ്ത്രീകൾക്ക് ഇരിക്കാം, പൈസ കൊടുത്ത് പോകണ പുരുഷന്മാര് നിൽക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ജെൻഡർ ഇക്വാലിറ്റി ആണോ? ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ബസ്സുകളിലുണ്ട് സ്ത്രീകൾക്ക് മാത്രം സ്പെഷ്യലായിട്ട് സീറ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ അന്ധർക്ക്, വികലാംഗർക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക്, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വെക്കണതിൽ അർത്ഥമുണ്ട്. സ്ത്രീകൾക്ക് മാത്രം സീറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, അതായത് പുരുഷന്മാർ ബാക്കിൽ, സ്ത്രീകൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഡിവൈഡ് വെക്കാം. പക്ഷെ സീറ്റുകളിൽ പെണ്ണുങ്ങൾക്ക് മാത്രം ഇരിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെക്കുന്നത് ശരിയല്ല. അത് ജെൻഡർ ഇക്വാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ ഇതിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി ഘോര സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ എവിടെയാ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട? അതായത് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കണം. അതായത് അനിവാര്യമായിട്ടുള്ള ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈക്വൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത വശങ്ങളിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഒപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള സൗജന്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുക വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ഇരട്ടത്താപ്പ് അടിച്ചനം വിചാരിക്കും. പറഞ്ഞ മനസ്സിലായ? അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അത് സർക്കാരുകൾ മനസ്സിലാവേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗജന്യം കൊടുക്കണം. അത് ഇപ്പൊ ബസ്സിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ വികലാംഗര് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ BPL കാർഡുള്ള ആൾക്കാർ, അല്ലാണ്ട് സ്ത്രീകളെല്ലാവരും സർക്കാർ ജോലി ഉള്ളവരും അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ KSRTCയിൽ പോകുന്നുണ്ടാവും. പറഞ്ഞ മനസ്സിലായ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ പിന്നെ വേറെ കുറെ പുരുഷന്മാർ വരുന്നുണ്ട്, എന്നിട്ട് പുരുഷന്മാർക്കും സൗജന്യം വേണമെന്നുണ്ട്. അതിനോട് ഞാൻ ഒട്ടും യോജിക്കണില്ല. കാരണം സ്ത്രീകൾക്ക് സൗജന്യം ഉള്ളതുകൊണ്ട് പുരുഷന്മാർക്ക് സൗജന്യം വേണമെന്ന് പറയുന്നത് ആണത്തല്ലായ്മയാണ്. പറഞ്ഞ മനസ്സിലായ? ഈക്വാലിറ്റി ഒരു വശം ഓക്കെ, പക്ഷെ ഇതുപോലെ ചോദിച്ചു വാങ്ങേണ്ട ഒരു ആവശ്യമില്ലേ? അത് പുരുഷന്മാരുടെ അഭിമാനത്തിന് ദോഷം ചെയ്യണ സംഭവം. അതൊന്നും അങ്ങനെ ചോദിക്കില്ല. വേണമെങ്കിൽ ഇപ്പൊ വേറൊരു പത്രക്കുറിപ്പ് ഞാൻ കണ്ടു. അതായത് നാളെ ഏതാണ്ടൊരു ബസ്സിൽ പുരുഷന്മാർക്ക് മാത്രം സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് മധുരം കൊടുക്കും സ്ത്രീകൾ കയറി കഴിഞ്ഞാൽ. അതൊക്കെ ഒരു വെറൈറ്റി പ്രതിഷേധമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ പുരുഷന്മാർക്കും ഇത് വേണമെന്ന്, അതായത് സൗജന്യം വേണമെന്ന് പറയണതിൽ ഒരു അർത്ഥമില്ല. അത് വളരെ മോശമുള്ള കാര്യമാണ്. അങ്ങനെ ആരും ഈ ഇപ്പൊ മറ്റേ പുരുഷ സംഘടനകളൊക്കെ വരുന്നുണ്ട്, മറ്റേ ഓരോ അലമ്പുണ്ടാക്കുന്നവരുണ്ട്. അതൊക്കെ വെറും ലോ ക്ലാസ് പരിപാടി. അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, കാര്യം എടുത്ത് കാണിക്കുക.